എല്ലാ മാന്യശ്രോതാക്കൾക്കും റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ശിവശ്രീയാണ്. ശിവശ്രീയെ എന്താ പറയുക, നല്ല എനർജറ്റിക്കായിട്ട് നല്ല രണ്ട് സൈഡിലൊക്കെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തകർക്കും എന്നും പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശിവശ്രീയെ സ്വാഗതം ചെയ്യാം. ഹായ് ശിവക്കുട്ടി. ഹലോ. ഞാൻ എന്താ വിളിക്കണ്ടേ? ശിവാന്ന് വിളിച്ചോ? ശിവാന്ന് വിളിക്കാം അല്ലേ? ശിവക്കുട്ടി എന്ന് വിളിച്ചാലോ? ശിവക്കുട്ടിയല്ലേ? അത് കുറച്ച് പാടാ വിളിക്കാം. ഓ, പാടാണോ വിളിക്കാൻ? അതുകൊണ്ട് ഞാൻ ശിവന്ന് വിളിച്ചാൽ മതി. വിളി കേക്കോ? ശിവ. ഓക്കേ. വിളി കേട്ടല്ലോ അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ അല്ല, ഇവിടെ അല്ല, അവിടെ എന്തുണ്ട് വിശേഷം? ഓമാനില്ല, അവിടെ മേലെ യുദ്ധം നടക്കുക. അവിടെ യുദ്ധം നടക്കുവാന്നോ? യുദ്ധമൊക്കെ കാണാൻ പോയോ? യുദ്ധം ഒന്നും കാണാൻ പോയില്ല. പിന്നെ എങ്ങനെ കണ്ട്? യുദ്ധമാണെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ന്യൂസിൽ കണ്ടതാ. അതുകൊണ്ട് ഇനി നേരെ ഇഞ്ഞു വലിഞ്ഞല്ലേ? ആണോ? നേരെ ഇവിടെ വരും. യുദ്ധം നടക്കുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ടോ? യുദ്ധം നടക്കുമ്പോഴൊക്കെ അല്ല, ഞങ്ങള് ഒമാനിലാണെങ്കിൽ ഒമാനിൽ നിൽക്കും, ഇവിടെ ആണെങ്കിൽ ഇവിടെ നിൽക്കും. അങ്ങനെയാണല്ലേ? യുദ്ധം നമുക്കൊരു പ്രശ്നമേ അല്ല. അതെ, പക്ഷെ അതിന്റെ അടുത്ത് പോവാൻ എനിക്ക് പേടിയാ. യുദ്ധത്തിന്റെ അടുത്തോ? അത് മോക്കെന്നല്ലേ, എനിക്കും പേടിയാ, എല്ലാവർക്കും പേടിയാ. കാര്യേ ആ വെടിയുണ്ട വന്ന് നമ്മുടെ ദേഹത്ത് കൊണ്ടാ എന്ത് ചെയ്യും? വല്ല രസമുണ്ടോ പിന്നെ കാണാൻ? ഇല്ല. എന്ത് സംഭവിക്കും പിന്നെ? അതുകൊണ്ട് എല്ലാവർക്കും പേടിയാ കേട്ടോ. ഇപ്പൊ കൊല്ലത്താരാ ഉള്ളത്? കൊല്ലത്തിന്റെ അമ്മയും പിന്നെ എന്റെ ലതയമ്മയും ഞാനും. ഓക്കെ. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങോട്ട് പോവാണ് കാര്യങ്ങൾ അല്ലേ? മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇന്ത്യൻ സ്കൂൾ എൽസി. സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലേ? അല്ല. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ല. അല്ലേ? അല്ല. പിന്നെ തേർഡ് സ്റ്റാൻഡേർഡ് അല്ല. അയ്യോടാ, ഇതെന്താ? എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അടിപൊളി. നമ്മൾ പഠിക്കുന്ന ക്ലാസ് നമുക്ക് തന്നെ അറിഞ്ഞൂടെയോ? KG2. ഓക്കെ. എന്തായാലും മോളും കൺഫ്യൂഷനായി, ഞാനും കൺഫ്യൂഷനായി. ഓക്കെ. എന്തൊക്കെ പഠിച്ചു? സൈറ്റ് ലെറ്റേഴ്സ് പഠിച്ചു. പിന്നെ സൈറ്റ് ലെറ്റേഴ്സ് പഠിച്ചു, ABCD പഠിച്ചു. ആണോ? ABCD വരെ പഠിച്ചോളൂ അതോ ഫുള്ളും പഠിച്ചാ? ഫുള്ളും പഠിച്ച്. അപ്പം തകർക്കുകയാണ് അല്ലേ? അതെ. പിന്നല്ല. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും. പാടുവോ? അയ്യോടാ, പാട്ടൊക്കെ പാടുന്ന ഒരാളെ നമ്മളങ്ങനെ വെറുതെ വിടാറില്ല, പാടിപ്പിച്ചേ വിടൂ. ഞാനിപ്പോ പാട്ടും ഒരു കഥയും പറയാൻ വന്നതാ. എനിക്ക് പാട്ടൊക്കെ പാടിയാലോ നമുക്ക്? ഇനി വെച്ചോണ്ടിരിക്കണ്ട. എന്താ, ചില സമയം കഴിയുന്തോറും ആ പാട്ടങ്ങ് മറന്നു പോകുന്ന പേടി വേണ്ടല്ലോ. നമുക്ക് പാടിയാലോ അല്ലേ? ഓക്കെ, തുടങ്ങിക്കോളൂ. തത്തേ നിന്നുത കുപ്പായത്തിന് നിറമെന്തെന്ന് പറഞ്ഞാട്ടെ, പറഞ്ഞിടാം ഞാൻ എൻ്റെ ഉടുപ്പിന് പച്ചില പോലെ പച്ച നിറം. കാക്കേ നിന്നുത കുപ്പായത്തിന് നിറമെന്തെന്ന് പറഞ്ഞാട്ടെ, പറഞ്ഞിടാം ഞാൻ എൻ്റെ ഉടുപ്പിന് കന്മഷി പോലെ കറുത്ത നിറം. കൊക്കേ നിന്നുത കുപ്പായത്തിന് നിറമെന്തെന്ന് പറഞ്ഞാട്ടെ, പറഞ്ഞിടാം ഞാൻ എൻ്റെ ഉടുപ്പിന് വെള്ളില പോലെ വെളുത്ത നിറം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആരെ പഠിപ്പിച്ച നീ പാട്ട്? ഇത് ലതയമ്മ പഠിപ്പിച്ചേ. ആരല്ലേ ലതയമ്മ? എന്റെ അമ്മാമയാ. അമ്മാമയാണോ? അമ്മാമ പാട്ടൊക്കെ പാടുവോ? പാട്ട് പഠിപ്പിച്ചു തരും. ഓരോ റീൽസ് ഇങ്ങനെ പാട്ട് ഉള്ളത് അയച്ചു തരും. അത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് പഠിക്കും, എന്നിട്ട് ഇവിടെ വന്ന് പാടും? അല്ല. പിന്നെ ഇവിടെ ഇന്നുകൊണ്ട് പഠിക്കും, എന്നിട്ട് അവിടെ പോയി പാടും? ഇവിടെ പോയി പാടും. ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ തന്നെ പാടിട്ടേ പോകത്തുള്ളത് അല്ലേ? അവിടെ ചെല്ലുമ്പോഴോ? അവിടെ ചെല്ലുമ്പോ മറന്നു പോവോ? അയ്യോ, അതെന്തിനു പെടുത്തുവാ? അത് തന്നെ. ഇവിടെ റേഞ്ച് കണക്കാണല്ലേ? മൊബൈലിൻ്റെ ഒക്കെ റേഞ്ച് കണക്കാണ്. ഇവിടം വരെ അവിടെ പോയൊരു റേഞ്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റേഞ്ച് പോകത്തില്ലേ? ഇവിടുത്തെ റേഞ്ച് ലതയമ്മേതാണ് അമ്മേത്. പക്ഷെ ഒമാനിലത്തെ അച്ഛൻ്റെ റേഞ്ചാണ് അമ്മയ്ക്ക് എത്തുന്നത്. മൊത്തത്തിൽ എനിക്കും കൺഫ്യൂഷനായി, കൊച്ചിനും കൺഫ്യൂഷനായി. എന്താണെന്നറിയാൻ വയ്യ പറയുന്നത്. ഓക്കെ, ഏതായാലും റേഞ്ചിൻ്റെ ഒരു കളി ഉണ്ട് എന്തായാലും, അത് ഉറപ്പാ അല്ലേ? ഓക്കെ. പിന്നെ സ്കൂളിലൊക്കെ എന്തുണ്ട് വിശേഷം? സ്കൂളിലൊരു വിശേഷവും ഇല്ല. അയ്യോ, വിശേഷമില്ലാത്ത സ്കൂളോ? സ്കൂളൊക്കെ അല്ലേ? സ്കൂളിലല്ലേ എന്തെല്ലാം ഒത്തിരി കൂട്ടുകാർ കാണും, ടീച്ചേഴ്സ് കാണും. സ്കൂളിൽ
എനിക്ക് ഒരു ഇംഗ്ലീഷ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, ഐഷ. ഒരു ഫ്രണ്ടേ ഉള്ളൂ? ഇംഗ്ലീഷ് പറയുന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം മലയാളം ഫ്രണ്ട്സ് ആണ് അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒക്കെ? എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് നല്ലതാ. അടിയൊക്കെ കൂടാറുണ്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട്? ഇല്ല, തല്ലുകൊള്ളാറൊന്നുമില്ല? തല്ലൊന്നുമില്ല, പക്ഷെ വഴക്ക് ഇങ്ങോട്ടും പറയാറുണ്ടോ. ഒരാളുടെ ബസ് വെച്ച് അടികൂടിയതാ. തല്ലുണ്ട്, ഇപ്പൊ തല്ലുണ്ട്. അപ്പൊ എന്റെ പിന്നെ അടികൂടിയെന്ന് പറഞ്ഞു? അടികൂടിയതല്ല, വഴക്ക് ഇങ്ങോട്ടും പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇരുന്നോണ്ട് ഇങ്ങനെ വീശിയതാ. എങ്ങനെ വീശി? ഇങ്ങനെ വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഞാനൊരു സാധനം കൊണ്ടുവന്നു. എന്ത് സാധനമായിരുന്നു? പൺകിനില്ലേ, അതിന്റെ പിക്ചർ കൊണ്ടുവന്നായിരുന്നു. അത് വെച്ചിങ്ങനെ ബസ് വെച്ച് വീശിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ വിളിച്ചു പറയുന്നു, അവന്റെ മുഖത്ത് തട്ടിയെന്നു. ഈ മുഖത്ത് തട്ടിയ ആൾക്ക് പരാതിയൊന്നുമില്ല? ഇല്ല. കണ്ടോണ്ട് നോക്കാണ് പ്രശ്നം? അതെ. അത് കൊള്ളാമല്ലോ. അല്ല പിന്നെ എന്തോ യന്ത്രം? പിന്നെ ഞങ്ങൾ കൂടി ഞാൻ പോയി മുമ്പിൽ സമാധാനം ഇല്ലാത്തോണ്ട് ബസ്സിന് പോയിന്നോ? ബസ്സിന്റെ മുമ്പിലത്തെ ഫ്രണ്ടിലെ സീറ്റില്ലേ, അവിടെ പോയിരുന്നു. നമുക്ക് ആർക്കും ശല്യം, നമ്മളെ കൊണ്ട് നമ്മൾ ഒരു ഉപദ്രവം ആർക്കും വേണ്ട, നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു സീറ്റിൽ പോയിരുന്നു അല്ലേ? അപ്പൊ ഈ കൂട്ടുകാർ ഓടിച്ചിട്ട് വഴക്ക് പറഞ്ഞോ? അവിടെ ഒന്ന് വഴക്ക് പറഞ്ഞോ? അല്ല, പിന്നെ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ ചെവി വെച്ചു. അതാണ് നല്ല കുട്ടികള് അല്ലേ? ഏറ്റവും ബെസ്റ്റ് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാര്യം അവർ പറഞ്ഞോട്ടെ, നമുക്കതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തിരിച്ച് പറയാനും പോകണ്ട അല്ലേ, വഴക്കൂടാനും പോകണ്ട, നമ്മൾ ചെവിത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുക, അവർ പറഞ്ഞോട്ടെ അല്ലേ, പ്രശ്നം അങ്ങ് തീരും. വെരി ഗുഡ്, നല്ല കാര്യമാണത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾക്കൊന്നും ഒന്നും പോകരുത്, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഓൾ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നും അല്ലല്ലോ അല്ലേ? പിന്നെ വേറെ ഒക്കെ എന്തുണ്ട് ആക്ടിവിറ്റീസ്? വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഒരുപാടുണ്ട്. ഒരുപാടുണ്ടോ? ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ ഡേക്കും യെല്ലോ ഡേ, ബ്ലൂ ഡേ, റെഡ് ഡേ, അങ്ങനത്തെ ഡേയ്സ് ഉണ്ട്. അത് കണക്കത്തെ ഡ്രസ്സ് കൊണ്ടുവരും. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ക്ലേ വെച്ചിങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ കളർ ഇരിക്കുന്ന, അത് കണക്കത്തെ ഒരുപാടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് കണക്കത്തെ ഉണ്ട്. മോക്ക് അവിടെയാണോ ഇഷ്ടം, ഇവിടെ കൊല്ലത്ത് വരുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെയാ. ഒമാനിലാണോ? ഓക്കെ. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ നല്ലതാ. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? വീടിന്റെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, കളിക്കാനൊക്കെ പോകും? വീടിന്റെ അടുത്തൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ട് കളിക്കും. സ്വന്തമായിട്ട് കളിക്കും, ആരുമില്ല. ഞാൻ വെറുതെ ടോയ്സ് എടുത്ത് ഇങ്ങനെ പാവയെ രണ്ടും വെച്ചോണ്ട് കളിക്കും. പിന്നല്ല, അവിടെ നമ്മൾ ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? രാവിലെ എണീറ്റ് അച്ഛൻ ഓഫീസിൽ പോകും, അമ്മ പിന്നെ എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കും, എന്നിട്ട് കിടക്കും. രാവിലേക്ക് മുന്നേ അച്ഛന് എണീറ്റ് പോകണം, അപ്പൊ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ ഒന്ന് കിടക്കും. രാവിലെ പിന്നെ സൂര്യൻ വരുമ്പോഴേ എണീക്കും. സൂര്യ വീട്ടിൽ വന്ന് വിളിക്കുവോ? സൂര്യൻ വീട്ടിൽ വന്ന് വിളിക്കാറില്ല, സൂര്യന്റെ വെളിച്ചം വരത്തില്ലേ, അപ്പൊ എണീക്കും. കഥമൊക്കെ അടച്ചിട്ടിരിക്കല്ലേ? ഡോർ ഫുള്ള് ക്ലോസ് അല്ലേ? പക്ഷേ അവിടുത്തെ ജനൽ ഇങ്ങനെ അടച്ചിട്ടേക്കുമല്ലേ. എങ്ങനെ അടച്ചിട്ട്? എനിക്ക് കാണാൻ വയ്യായിരുന്നു. പകുതി അടച്ചിട്ടിരുന്നു? അല്ല, ഫുള്ളും അടച്ചിട്ടിരുന്നു? അല്ല, എന്ന് വെച്ചാ മറ്റേ ഗ്ലാസ് സൈഡിൽ പോലത്തെ അത് കണക്കത്തെ ജനലാണ്. അപ്പൊ അതിൽ ഗ്ലാസിന്റെ പുറത്തോട്ട് ലൈറ്റ് അടിക്കുമല്ലോ. അത് നമ്മുടെ കണ്ണിൽ വന്നടിക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും സൂര്യൻ വന്നെന്ന്. അങ്ങനെ. അപ്പൊ ഈ സൂര്യൻ വരാത്ത ദിവസം എന്ത് ചെയ്യാ? സൂര്യൻ വരാത്ത ദിവസം ഇടിമിന്നല് കേൾക്കും, മഴ പെയ്യുമ്പോ. എനിക്ക് എല്ലാത്തിനും സിഗ്നലുകളുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ അല്ലേ വിശേഷങ്ങൾ? നമ്മളിവിടൊക്കെ തിരിച്ചാട്ടോ. ഇവിടൊക്കെ നമ്മൾ രാവിലെ വന്ന് നമ്മളെ വിളിച്ചങ്ങ് ഉണർത്തുക, നമ്മളെ അച്ഛനും അമ്മയൊക്കെ. അവിടെ ഈ സൂര്യൻ വന്നിലേക്ക് പണി മുടക്കും. അതൊരു സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ, നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. എന്നാണ് അവധി ഇവിടെ? സ്കൂളിൽ പോകണ്ടാത്ത? എല്ലാ ദിവസവും അവധിയാ. എല്ലാ ദിവസവും അവധിയാണ് സ്കൂളില്? അല്ല, പിന്നെ എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിലൊക്കെ അവധിയാ. ചില ദിവസങ്ങളിലൊക്കെ. അപ്പൊ സ്കൂളിൽ പോക്ക് വളരെ കുറവാ? അല്ല, പിന്നെ കുറച്ച് കൂടുതൽ സ്കൂളിൽ പോക്ക്. കുറച്ച് കൂടുതൽ അല്ലേ? ഓക്കെ. രണ്ടുകൂടെ മിക്സ് ചെയ്തങ്ങ് പറഞ്ഞു. അവധിയും പോകുന്നതും കൂടെ ചേർത്തങ്ങ് പറഞ്ഞില്ലേ? കുറച്ച് ദിവസം സ്കൂളിൽ പോവും, കൂടുതൽ ദിവസവും അവധിയും.
ഓക്കെ. അവധി ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്ന പരിപാടി? അവധി വീട്ടിൽ കുരുത്തക്കടൊക്കെ ഉണ്ടോ? വീട്ടിൽ ചെറുതായിട്ട്. അമ്മയൊക്കെ എന്ത് ചെയ്യുന്ന നേരം? അമ്മ അടിക്കും. അച്ഛനും ഓഫീസിൽ പോകത്തില്ലേ? അച്ഛൻ ഓഫീസിൽ പോകും. പിന്നെ അമ്മയല്ലേ ഉള്ളൂ? പക്ഷെ അച്ഛന് എന്റെ സപ്പോർട്ട്. എന്തിനാ? അമ്മ വഴക്കാറുന്ന അച്ഛൻ എന്റെ സപ്പോർട്ട്. അതുകൊണ്ട് ഓ, മോളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും അച്ഛൻ അല്ലേ? അതുകൊണ്ട് അത് ഞാനും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓ, അതുകൊണ്ട് അച്ഛനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇതിപ്പോ അമ്മ കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ചിലപ്പോ ഇനി മുതൽ സപ്പോർട്ട് ചെയ്യുമായിരിക്കും മോളെ അല്ലേ, ഇത് കേൾക്കുമ്പോ? അങ്ങനെ വരും അല്ലേ? ഓക്കെ ഓക്കെ. അച്ഛനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെ. എന്തുകൊണ്ട്? അതായത് എന്റെ അമ്മയ്ക്കും അച്ഛനെ തന്നെ ഇഷ്ടം. അല്ല, മോക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? അച്ഛനെയാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഇത് അമ്മ കേൾക്കത്തില്ലേ? അമ്മ അമ്മ കേൾക്കും, പക്ഷെ അമ്മയ്ക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് പരാതിയൊന്നുമില്ല. കണ്ടോ, അത്രയൊക്കെ അമ്മ സഹിക്കുന്നില്ലേ? എന്നാലും ഒന്ന് വഴക്ക് പറയുന്ന ഇതുപോലെ നിർത്തിയിട്ടില്ലല്ലോ, അതിന്റെ വിഷമമാണ് എനിക്ക്. ഇതിനെല്ലാം ഒരു പരിഹാരമാവും ഇതോടുകൂടി, ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇതിനോടെല്ലാം പരിഹാരം. അന്നേരം അമ്മയും കേൾക്കുമ്പോഴായിരിക്കും എൻ്റെ മോക്ക് എന്നോട് സ്നേഹക്കുറവ് കാണിച്ച് ഞാൻ അവളെ വഴക്ക് പറയുന്നോണ്ടാണല്ലോ എന്ന് ചിന്തിക്കത്തില്ലേ? അപ്പം അമ്മയ്ക്ക് വിഷമം വരത്തില്ലേ? അപ്പൊ ഇനി വഴക്ക് പറയത്തില്ല. എന്തിനാ ഈ വഴക്ക് പറയുന്നത്? അതാദ്യം അറിയട്ടെ, അതിന്റെ പരിഹാരം. ആ, ഓക്കെ. എന്ത് കുരുത്തക്കേടാ കാണിക്കുന്നേ? ഒരു ദിവസം ഞാൻ അമ്മയുടെ മുഖത്തേക്കുന്ന ജെല്ലില് കാല് വെക്കുന്ന ജെല്ല് തൊഴിച്ച് കലക്കി വെച്ച് ഇതായിരിക്കും അടി. പിന്നെ അല്ല, പിന്നെ അന്നേരം എന്താ ചെയ്യാൻ പറ്റുക? അച്ഛനോ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാനും പോയി അല്ലേന്റെ വരുമല്ലേ. അങ്ങനെ ലതയമ്മയുടെയും അമ്മയുടെയും സംസാരം കേട്ട് വളർന്നതാ ഞാൻ. അയ്യോ, എനിക്ക് വയ്യ. ഇപ്പൊ ആരുടെ സംസാരം കേൾക്കുന്ന? അന്നേരം ഇപ്പൊ രണ്ടുപേരുടെ ഉണ്ട് ഒരുമിച്ച് കേൾക്കുന്നു. ലതയമ്മയുടെ ഭദ്രകളി, ഇത് ചെറിയ ഭദ്രകളി. ഈ ഭദ്രകാളി എന്ന് പറഞ്ഞ എന്തുവാ? അത് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ദേശീയ. ഭദ്രകാളി പറഞ്ഞ ദേശീയമാണോ? അതെങ്ങനെ ഇരിക്കും? അതെങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ? ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടില്ല. നേരിട്ട് വിഗ്രഹത്തിലല്ലേ കാണുന്ന. നേരിട്ട് വിഗ്രഹത്തിലല്ലേ കാണുന്ന. ഓ, വിഗ്രഹത്തിൽ കാണുന്നുണ്ട്. സംസാരിക്കാറൊക്കെ ഉണ്ടോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? എന്തൊക്കെ പറയാറുണ്ട്? ഞാൻ ചെറുതായിട്ട് പ്രാർത്ഥിക്കും. ദേവി എന്തോ പറയും? തിരിച്ച് പറയുന്നെങ്കിൽ ഞാൻ രാത്രി കിടക്കുമ്പോ എന്തോ പറയുന്നേന്ന് അറിയാമോ? ഒന്നും കൂടി വരുന്നേ. ആര് പറയും? ദേവി എന്ന്. അയ്യോ, എനിക്ക് വയ്യ. പിന്നെ ഒരു ദിവസം നരസിംഹമൂർത്തിയുടെ അവിടോട്ട് പോയതാ. വന്നപ്പോതാ ഒന്നും കൂടി വരുന്നേ. ആര്? നരസിംഹമൂർത്തി. അപ്പൊ എല്ലാരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഭദ്രകാളി നരസിംഹമൂർത്തിയുടെ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇനി കാണുമ്പോ ഞങ്ങളിവിടെ തിരക്കെന്ന് പറയണേ. ഞങ്ങളൊക്കെ തിരക്കെന്ന് പറയാം. ഞങ്ങളുടെ ആരും കൂടെ പറഞ്ഞേക്കണേ. ഓക്കെ. ഓ, എനിക്ക് വയ്യ. അപ്പൊ തീർത്തും ഒരു അനുഗ്രഹീത വിദ്യാർത്ഥിയാണ് ഇല്ലേ ഇരിക്കുന്നത്? ഞാൻ കഥ പറയാൻ മറന്നുപോയി. പറയട്ടെ? കഥ പറയൂ. ഓ, അങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, പറയൂ. ഒരു ദിവസം ഒരു അമ്മുമ്മ ഒരു വീട്ടിൽ ഇരിക്കുമായിരുന്നു. ആൾക്ക് അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ അതിനൊക്കെ ഒന്നുമില്ല. പിന്നെ കൂടെ ആട്ടിൻകുട്ടികളും ആടൊക്കെ ഉണ്ട്, വളർത്തുന്നുണ്ട്. പിന്നെ ഒരു ദിവസം അമ്മുമ്മ ആടിന്റെ തോലൊക്കെ എടുക്കാൻ കാട്ടിന്റെ പുറത്തും ഇങ്ങനെ നിന്ന്. അപ്പൊ എന്തോ ഒരു കരച്ചില് കേട്ടു. അപ്പൊ അമ്മുമ്മ കുറച്ച് കേറി നോക്കിയപ്പോ താഴെ കിടക്കുന്ന ഒരു സിംഹക്കുട്ടി. അപ്പൊ അമ്മുമ്മ അതിനെ എടുത്തോണ്ട് വന്ന് ആട്ടിൻകുട്ടികളെ കൂട്ടിട്ട് വളർത്തി. എന്തോന്നാ കുടിക്കുന്നതെന്ന് അറിയാമോ? ആട്ടിൻകുട്ടികൾ ആട്ടിന്റെ പാല് കൂതച്ചെന്നങ്ങ് കുടിക്കും. അങ്ങനെ ഒരു ദിവസം ഈ അമ്മൂമ്മയുടെ ബ്രദറിനെ കാണാൻ. ബ്രദറിനെ കാണാം. അപ്പൊ ആട്ടിൻകുട്ടികളോടൊക്കെ പറഞ്ഞ് കഥവ് തുറക്കരുതെന്ന്. അത് കഥവ് അടിച്ചു പൂട്ടിയൊക്കെ ഇട്ടു. അവർക്ക് അമ്മൂമ്മയെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അവര് കഥവും ഒന്നും തുറക്കത്തില്ല. അങ്ങനെ അമ്മ പോയപ്പോഴേ
ആയിരിക്കും അവിടെ കാടിന്റെ അപ്പുറത്തൊക്കെ പോവണ്ടേ. പോണം. അപ്പൊ നടന്നു പോയപ്പോ ഒരു കരടി. അയ്യോ. അപ്പൊ അമ്മൂമ്മ പേടിയായി. എന്നിട്ട് അത് കര കണ്ടപ്പോ പേടിയായി, പക്ഷെ പുറത്ത് കാണിച്ചില്ല. എന്നിട്ട് കരടി ചിരിച്ച് പറഞ്ഞു ഇന്നത്തെ ഇത് ഭക്ഷണം റെഡിയായെന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു നിന്റെ ഭക്ഷണം ആവുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പത്തെ പുലി എന്നെ ഭക്ഷണമായിട്ടിരിക്കുക. ഞാൻ അവരെ അടുത്തോട്ട് പോവുക. അവരെന്നെ ഭക്ഷണം ആക്കിയില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഉറപ്പായിട്ടും വരാം. അപ്പൊ കരടി വിചാരിച്ചു അവിടുത്തെ ആ പുലിയുടെ അടുത്ത് പോയി ആ പുലിയുടെ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ അത് എന്നെ കഴിക്കാൻ വരത്തില്ലേ. അപ്പൊ നീ വരണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അമ്മൂമ്മ അവിടെ നിന്നും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് കുറച്ചും കൂടി ദൂരത്ത് നടന്നപ്പോഴേ തായിരിക്കുന്ന ആ പുലി. അയ്യോ. ആ പുലിയും ചിരിച്ചിട്ട് പറഞ്ഞു എനിക്കത് ഭക്ഷണം വരികയായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു നിന്റെ ഭക്ഷണമാവുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അവിടുത്തെ ജീവൻ സിംഹം എന്റെ ഭക്ഷണമായിട്ട് ഇരിക്കുക. അതിനു വേണ്ടി ഞാൻ പോകുക. നീ എന്നെ അവരെന്നെ ഭക്ഷണം ആക്കിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വരാം എന്ന് ഉറപ്പിച്ച് പോയി. അപ്പൊ ഇതായിരിക്കുന്ന ജീവൻ സിംഹം. അയ്യോ. അപ്പൊ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ ആ സിംഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോഴേ വിഷമം പോലെ ഇങ്ങനത്തത് ഇന്ന് കണ്ണൊക്കെ വാരിയിരിക്കുന്നു. അപ്പൊ അമ്മൂമ്മ ചോദിച്ച് നീന്നൊക്കെ എന്തുവാ ക്ഷീണം പോലൊക്കെ ഇരിക്കുന്നതെന്ന്. അപ്പൊ എന്റെ സിംഹക്കുഞ്ഞ് കളഞ്ഞു പോയെന്ന്. അത് കേട്ടിട്ട് അമ്മയ്ക്ക് ഇത് അമ്മൂമ്മയുടെ കയ്യിലൊരു സിംഹക്കുഞ്ഞ് ഉണ്ടെന്ന് അറിയാമായിരുന്നല്ലോ. അതൊക്കെ വിചാരിച്ചു. അങ്ങനെ ഭാര്യ ഇങ്ങനെ കുഞ്ഞു പോയോന്ന് കിടപ്പിലൊക്കെ ആയി. ഈ സിംഹക്കുഞ്ഞ് പോയോണ്ട് സിംഹത്തിന്റെ ഭാര്യ വെച്ച് കിടപ്പിലായപ്പോ അങ്ങനെ അമ്മൂമ്മ പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് വാ, ഞാൻ നിനക്കൊരു പരിഹാരം കാണിച്ചു തരാന്ന്. അങ്ങനെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ആ വഴിയിൽ കുഞ്ഞിന്റെ മുഖത്ത് ഇങ്ങനത്തെ പാടൊക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അത് മറ്റേ ആ കുഞ്ഞിനും ഉണ്ട്, ആ സിംഹക്കുഞ്ഞിനും ഉണ്ട്. അപ്പൊ ആ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ഈ സിംഹക്കുഞ്ഞ് ഇതിൻ്റെ തന്നെയാണെന്ന്. എന്നിട്ട് അവർ നടന്ന് പോയപ്പോ ഇതായിരിക്കുന്ന സിംഹക്കുഞ്ഞ്. അത് ഇതുവരെ കഥ തുറന്നില്ല. അങ്ങനെ കഥയൊക്കെ തുറന്ന് അവര് പോയി ഇങ്ങനെ അകത്ത് കയറി. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു ഇതാണ് നിന്റെ അച്ഛനെന്നു. അപ്പൊ അവൻ പോയില്ല, ആ സിംഹക്കുഞ്ഞ് പോയില്ല. അപ്പോ ആ സിംഹം പറഞ്ഞു ഇവൻ കൂടെ വരണ്ട, ഞാൻ ഭാര്യ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാന്ന്. അപ്പൊ ഭാര്യ വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നു. അപ്പൊ അമ്മൂമ്മയ്ക്ക് പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ അമ്മൂമ്മ ധൈര്യമായിട്ട് എപ്പോഴും ഇരുന്നു. അങ്ങനെ എല്ലാ സമയത്തും ഒരുമിച്ച് പോയി. കഥ തീർന്നു. അടിപൊളി കഥയായിരുന്നു കേട്ടോ. അതിലേതാമ ഉറക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു തരും. ഉറക്കത്തിലൊന്ന് പറഞ്ഞിരുന്നേ. ആരാ ഉറങ്ങിയത് കഥ പറഞ്ഞപ്പം? ഞാനേ രാത്രിയിലെ ലതമേലത്ത് കഥ പറഞ്ഞു തരാൻ പോയി നിൽക്കും അവിടെ. അങ്ങനെ ആ ബെഡ് പോയി കഥ പറഞ്ഞു. അതിലൊരു കഥയാണ് ഇത്. ഓക്കെ. എന്തായാലും അടിപൊളി കഥയായിരുന്നു കേട്ടോ. മോളി ഇനി പഠിച്ച് വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം? പഠിച്ച് വലുതായിട്ട് എനിക്കൊരു ഉത്തമയാവാനാണ് ഇഷ്ടം. ഉത്തമയോ? അതെന്താണ് ഉത്തമയെന്ന് വെച്ചാൽ ശരിയും തെറ്റും ഒക്കെ അറിയാവുന്ന അതൊക്കെ. ജോലി നമുക്ക് പഠിച്ചൊരു ജോലി വേണ്ടേ? അതാണ് ചോദിച്ചത്.
അത് എനിക്ക് ഒരു പൈലറ്റ് ആവണം. പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ഓ, മുട്ടൻ ആഗ്രഹമാണല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നല്ല പൈലറ്റൊക്കെ ആവട്ടെ, പറന്നൊക്കെ നടക്കാം അല്ലേ, അടിച്ച് പൊളിക്കാം അല്ലേ. ഇപ്പൊ എന്തായാലും നല്ല പാട്ടൊക്കെ പാടി തന്നു, പിന്നെ അതുപോലെ നല്ലൊരു കഥയൊക്കെ പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.